മാസങ്ങളായി ശമ്പളം ലഭിക്കാതായതോടെ നിത്യജീവിതം തന്നെ ദുരിതത്തിലായിരിക്കുകയാണ് കേരള ഗാന്ധി സ്മാരക നിധിയിലെ ജീവനക്കാർക്ക്. സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ലെന്നാണ് അധികാരികൾ പറയുന്നത്. കഴിഞ്ഞ 4 മാസമായി ശമ്പളമില്ല, പക്ഷെ പണിയെടുക്കണം. ശമ്പളം ചോദിച്ചാൽ എങ്ങുമെത്താത്ത മറുപടിയും. ആദർശം മാത്രം പറഞ്ഞാൽ ജീവിതമാകില്ലല്ലോ. ഇപ്പോൾ ഗാന്ധി സ്മാരകത്തിൽ നമുക്ക് 4 മാസം ശമ്പളം ഇല്ല. ഓരോ സ്ഥാപനത്തിലെ ഓരോ യൂണിറ്റുകളും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മഹാന്മാർ പടുത്തുയർത്തിയ സ്ഥാപനമാണ്. ഈ സ്ഥാപനം ഇന്ന് അരാജകത്വത്തിൽപ്പിക്കുന്നുണ്ട്. ഇത് ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾക്ക് ഇനി യാതൊരു കാരണവശാലും ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനെന്തെങ്കിലും ഉടനെ ഒരു അർജൻറ്റായിട്ട് ഒരു സംവിധാനം ഉണ്ടായേ പറ്റുള്ളൂ. നിലവിലെ കമ്മിറ്റിയിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന് ജീവനക്കാർ. ഇവർക്ക് വിചാരിച്ച ഈസിയായിട്ട് ഫണ്ട് ഒപ്പിക്കാന്നേ ഉള്ളൂ. ഇതൊന്നും ശ്രമിക്കില്ല. നമ്മുടെ അടുത്ത് ഒരു നല്ലൊരു വാക്ക് പോലും പറയില്ല. ഇന്ന് രാവിലെ ഒത്തുതീർപ്പ് ചർച്ചയ്ക്കെന്നൊക്കെ പറഞ്ഞൊക്കെ വിളിച്ചിട്ട് നമ്മൾ അപമാനിച്ചാണ് വിട്ടത്. സെക്രട്ടറിക്കും ചെയർമാനും എതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണിവർ. നിലവിലെ പ്രതിസന്ധിയെപ്പറ്റി ചെയർമാനും സെക്രട്ടറിക്കും പറയാനുള്ളത് എന്തെന്ന് നോക്കാം. 1,88,00,000 രൂപ ഖാദി ബോർഡ് തരാനുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പൈസ കിട്ടാത്തപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് ഖാദി ബോർഡ് കൈ ഒഴിയുന്നു. ഖാദി ബോർഡിൻ്റെ പണം കിട്ടാത്തൊരവസ്ഥയിൽ ഈ സെക്രട്ടറിയോ ചെയർമാനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ പോകും? 50 ലക്ഷം രൂപ കൈ കിട്ടിയാൽ ഇന്ന് നിലവിലുള്ള തൊഴിലാളികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ മുഴുവനും തീരും. അത് വർഷങ്ങളായിട്ട് ഗവൺമെൻറ് പിടിച്ചു വച്ചിരിക്കുന്നതാണ്. ഇതാണ് പ്രശ്നം. ശമ്പള പ്രതിസന്ധി പരിഹരിക്കും വരെ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണ് ജീവനക്കാർ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.